കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഡിസ്കസിംഗ് ദി എക്കണോമിക്സ് പേപ്പർ BECC 106. സോ ഈ ഒരു PYQ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ 10 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു അനാലിസിസും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു അനാലിസിസിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഒബിയസ്ലി സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് അതിന് ഓരോ ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ടോപ്പിക്സ്. അതുപോലെ ഡിഫറെന്റ് എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എക്സ്പെക്ടഡ് ആണ്, ഡിഫറെന്റ് പാറ്റേൺ അനാലിസിസ് ചെയ്യുന്നുണ്ട്, അതിന്റെ മാർക്കിംഗ് സ്കീമും കൂടെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് തിങ് ഇസ് റെക്കറന്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതിന്റെ റിവ്യൂ, പാസ്റ്റിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിവ്യൂ. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിസംബർ TE പ്രോബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സിന്റെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് കൂടെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഒരു സെഷന്റെ എൻഡ് ഭാഗത്ത് നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറിന്റെ തന്നെ ഇഗ്നോയുടെ സെയിം ക്വസ്റ്റ്യൻ ഫോമാറ്റ്, അതുപോലെ ആൻസർ സ്കീം ആസ് വെൽ ദ മാർക്കിംഗ് സ്ട്രക്ചർ നമ്മൾ മിറർ ചെയ്തുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ് ഈ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ നമ്മൾ നന്നായിട്ട് തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യണം. മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യണം, എങ്ങനെയാണ് ആൻസർ സ്ട്രക്ചേർഡ് ചെയ്യേണ്ടത്, ഏതൊരു ടോപ്പിക്കിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ISLM മോഡലും അതിന്റെ ഡെറിവേഷൻസും ഒക്കെയാണ്. 50 ടൈംസ് അപ്പിയർഡ് ആണ് പാസ്റ്റ് ഇയറിൽ. ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ലേബർ മാർക്കറ്റ്, പ്രൈസ് ആൻഡ് വേജ് സെറ്റിംഗ്, AS ഡെറിവേഷൻസ്, 12 അപ്പിയറൻസസ് ആണ്, ഹൈ കാറ്റഗറി ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷോക്സ്, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്, 7 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ്, ഹൈപ്പോത്തസിസ്, അൽജിബ്ര ഇംപ്ലിക്കേഷൻസ് 14 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ കാറ്റഗറി ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻസ്, പോളിസി, ഇൻഎഫക്റ്റീവ്നെസ്, ലൂക്കാസ് മോഡൽ 9 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. നെക്സ്റ്റ് ഫിലിപ്പ് കർവ്, അതിന്റെ ടൈപ്സ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് 13 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഡെറിവേറ്റീവ്സ്, ഇൻട്രസ്റ്റ് പാരിറ്റി 10 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് 8 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. എക്സ്ചേഞ്ച് റേറ്റ് റെജീം, PPP മോഡൽ, അസറ്റ് മാർക്കറ്റ് അപ്രോച്ച് 11 ടൈംസ് അപ്പിയർഡ് ആണ്, കമ്പാരിറ്റീവ്ലി ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, ഫിസിക്കൽ മോണിറ്ററി പോളിസി അണ്ടർ എഫക്ട് സിസ്റ്റം, ഫിക്സ്ഡ് സിസ്റ്റം 9 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ഡോൺവോഷ് ഓവർ ഷൂട്ടിംഗ് മോഡൽ 10 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബാലൻസ്, മാക്രോ പോളിസി മിക്സ് 6 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. സോ ഈ ഒരു ബാർ ചാർട്ട് നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് ബ്ലോക്സിന്റെ റെലവൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 ഹൈലി റെലവെന്റ് ആണ്, ഫോളോഡ് ബൈ ബ്ലോക്ക് 1, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഇതൊരു തിമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ്. ഇതിനകത്ത് കാണാൻ പറ്റും ബ്ലോക്ക് 1 യൂണിറ്റ് 1 2 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 4 യൂണിറ്റ് 6 ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ യൂണിറ്റ് 7 യൂണിറ്റ് 9 യൂണിറ്റ് 11 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ അഗ്രിഗേറ്റ് ഡിമാൻഡും ISLM ലിങ്കേജും ആണ്, ബ്ലോക്ക് 1 ഉള്ളതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയേഴ്സിൽ TEയിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസും ഫിലിപ്പ് കർവും ബ്ലോക്ക് 2 ഉള്ളതാണ്. ഇതിനകത്തും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓപ്പൺ എക്കോണമി, എക്സ്ചേഞ്ച് റേറ്റ് മോഡൽസ് ബ്ലോക്ക് 3 ഉള്ളത് തന്നെയാണ്. 2023 തൊട്ട് റെക്കറന്റ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. നെക്സ്റ്റ് സം ക്വസ്റ്റ്യൻ ഫോമാറ്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ചെയ്ത് പെർട്ടിക്കുലർ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. ലോങ് ആൻസേഴ്സ് 20 മാർക്സിന് 50 to 500 വേർഡ്സ് ആണ്. മീഡിയം ആൻസേഴ്സ് 12 മാർക്സിന് 200 to 50 വേർഡ്സ് ആണ്. ഷോർട്ട് നോട്ട്സ് 6 മാർക്സിന് 2 കാണും, 80 to 120 വേർഡ്സ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 10 to 12 മാർക്ക് ആണ്, 150 to 200 വേർഡ്സ്. കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും
200 to 400 ആണ് ഒരു വേർഡ് ലിമിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു അനാലിസിസ് എടുക്കുവാണെങ്കിൽ ലോങ് ആൻസർ 20 മാർക്സിന്റെ ആണ്, കുറച്ചധികം എഴുതാനുണ്ട്. സോ അങ്ങനത്തെ കീ ടോപ്പിക്സുകൾ നമ്മൾ കണ്ടതിന്റെ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻസും അസംഷൻസും എഴുതണം നിർബന്ധമായിട്ടും. ഒരു ആൻസറിങ് സ്ട്രക്ചർ ഉണ്ട്, അത് നമ്മൾ നന്നായിട്ട് അഡ്രസ് ചെയ്യണം. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ബോഡി പാർട്ട്, കൺക്ലൂഷൻ. അതിനകത്ത് നമുക്ക് അത്യാവശ്യത്തിനുള്ള സം ഡയഗ്രാം കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് മീഡിയം ലെങ്ത് ആണ്, 12 മാർക്സിനുള്ള 250 വേർഡ്സ് ആണ്. സോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ലോങ് ആൻസർ പോലെ തന്നെയാണ്, ബട്ട് വേർഡ് ലിമിറ്റും അതിന്റെ സ്കോറിംഗും ചെറുതായിരിക്കും. ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്, 6 മാർക്സിന്റെ 100 വേർഡ്സ്. ന്യൂമറിക്കൽ ഡയഗ്രാം പ്രോബ്ലംസ് 10 to 12 മാർക്സിനാണ് ചോദിക്കാറ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ 13 ആണ് ആവറേജ് സ്കോർ ആൻഡ് ടോട്ടൽ ഷെയർ. എക്സ്പെക്ടേഷൻസ് ആൻഡ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ബ്ലോക്ക് 2 28 ആണ് ടോട്ടൽ ഷെയർ ആൻഡ് ആവറേജ് സ്കോർ. Block 3 BOP and exchange rate 22 ആണ് average score and total share. Block 4 open economy models 20 ആണ് average score and total share. Next different question formatന്റെ ഒരു ട്രെൻഡ് 22 ജൂൺ തൊട്ട് 25 ജൂൺ വരെ നോക്കുകയാണെങ്കിൽ മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് 24ന് ശേഷം, 23ക്ക് ശേഷം ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്, 24ന് ശേഷം ഒരു സ്റ്റഡി ആണ്. എസ് എ ടൈപ്പ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിർബന്ധമായിട്ട് ചോദിക്കുന്നത്. ഷോർട്ട് നോട്ട്സും സ്റ്റഡി തന്നെയാണ്. ന്യൂമറിക്കലിൽ ചെറിയൊരു ഡിപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ടൈം ആൻഡ് സ്കോർ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എസ്ഐസ് 20 മാർക്സിന് 2 എണ്ണം കാണും, ഒരു 80 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം, 40 മിനിറ്റ്സ് ഈച്ച്. മീഡിയം കാറ്റഗറി എസ്ഐസ് 90 മിനിറ്റ്സ് 22 മിനിറ്റ്സ് ഈച്ച്, 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണല്ലോ. ഷോർട്ട് നോട്ട്സ് 25 മിനിറ്റ്സ് 12 മിനിറ്റ്സ് ഈച്ച് വെച്ചിട്ട് എഴുതാം. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ്. Derive the aggregate demand AD curve from the ISLM model. Explain factors causing shifts 6 times appeared ആണ്. Second one, explain the adaptive expectation hypothesis with equations, implications and limitations 5 times appeared ആണ്. Third one, describe the Philip curve under adaptive and rational expectations. Compare short and long run 5 times appeared ആണ്. Discuss Downbosch overshooting model and its implication for exchange rate behavior 4 times appeared ആണ്. Explain how firms set prices under imperfect competition and derive the wage price equilibrium 4 times appeared ആണ്. Discuss the rational expectation hypothesis and its policy implication 4 times appeared ആണ്. Explain Mundell-Fleming model and the effectiveness of monetary and physical policy 3 times appeared ആണ്. Define and explain balance of payment. Show why it always balances 3 times appeared ആണ്. Write short notes on types of unemployment or natural right 3 times appeared ആണ്. Describe the role and types of financial markets and discuss recent trends in India 3 times appeared ആണ്. Next frequency table ആണ്. AD curvesഉം അതിന്റെ ഡെറിവേഷൻസ് ചോദിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് 6 ടൈംസ് appeared ആണ്. ആവറേജ് സ്കോർ 18 ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസും ഹൈപ്പോത്തസിസും 5 ടൈംസ് appeared ആണ്. 17 ആണ് ആവറേജ് സ്കോർ. ഫിലിപ്പ് കർവ് 5 ടൈംസ് appeared ആണ്. 16 ആണ് ആവറേജ് സ്കോർ. ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ 4 ടൈംസ് appeared ആണ്. 15 ആണ് ആവറേജ് സ്കോർ. വേജ് ആൻഡ് പ്രൈസ് സെറ്റിംഗ് ലേബർ മാർക്കറ്റ് 4 ടൈംസ് appeared ആണ്. 15 ആണ് ആവറേജ് സ്കോർ. റാഷണൽ എക്സ്പെക്ടേഷൻസ് 4 ടൈംസ് appeared ആണ്. 12 ആണ് ആവറേജ് സ്കോർ. Mundell-Fleming model 3 times appeared ആണ്. 18 ആണ് ആവറേജ് സ്കോർ. ബാലൻസ് ഓഫ് പേയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് 3 ടൈംസ് appeared ആണ്. അറൌണ്ട് 6 to 14 ആണ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. സോ നമ്മൾ എങ്ങനെ ഇതിനെ സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ഡെറിവേഷൻസും ഡയഗ്രാംസും നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കോൺസെപ്റ്റിനെ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് അതിന്റെ ഫീച്ചേഴ്സും ക്ലാസിഫൈ ചെയ്തിട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ട് പഠിക്കണം. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും ഫീഡ്ബാക്ക് മെത്തേഡിലൂടെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. സോ ടോപ്പ് 10 റെക്കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഒത്തിരി ടോപ്പ് 10 റെക്കറന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു പെർസെന്റേജ് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റും ഒരു അറൌണ്ട് 10 to 15% ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്കോർ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. പൈ ചാർട്ട് ഇന്റർപ്രിട്ടേഷൻസ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്,
ഒരു 70% ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് ആൻഡ് ഫിലിപ്പ് കർവ് 28% ആണ്. ഓപ്പൺ എക്കോണമി, ലേബർ മാർക്കറ്റ് 40% ഉണ്ട്. നെക്സ്റ്റ് പ്രോബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ്. ഈ ഒരു ഡിസംബർ ടിയിലോട്ടേക്ക് പ്രോബിൾ ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക്സുകൾ ISLM മോഡലും ഡെറിവേഷൻസും 75% ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറി ആണ്. വേജ് പ്രൈസ് സെറ്റിംഗ്സ് ആൻഡ് AS ഡെറിവേഷൻസ് 63 പ്രോബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷോക്ക് 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തസിസ് 75% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് പോളിസി ആൻഡ് എഫക്റ്റീവ്നെസ് 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഫിലിപ്പ് കർവ് 75% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് 63% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് കോൺസെപ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് PPP മോഡൽ 63 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. മോഡൽ ഫ്ലെമിംഗ് മോഡൽ 50 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഡോൺവോഷ്യസ് ഓവർഷൂട്ടിംഗ് മോഡൽ 63% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. മാക്രോ എക്കണോമിക് പോളിസി ഇൻ ഓപ്പൺ എക്കോണമി 38% ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. സോ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സം കോർ ടോപ്പിക്സുകൾ പരിചയപ്പെട്ടു. സോ അതൊക്കെ തന്നെ ഡിസംബർ 2020 ജൂൺ 2020 തൊട്ട് 25 ജൂൺ വരെ ഡിഫറെന്റ് ഫോമാറ്റിൽ തന്നെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഷോക്ക്, അതിന്റെ പോളിസി ക്വസ്റ്റ്യൻസ്, ആൽജിബ്രിക് പ്രൂഫ്, ലൂക്കാസ് മോഡല്, അതുപോലെ തന്നെ ഷോർട്ട് റൺ ലോങ് റൺ ട്രേഡ് ഓഫ്സ്, ഡെറിവേറ്റീവ്, മാർക്കറ്റ് റോൾസ്, BOP ഐഡന്റിറ്റി, ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിന്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് വേണം. റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതൊക്കെ. സോ നമ്മൾ ഇപ്പം ആ ഒരു മെട്രിക്സ് ടേബിളിനകത്ത് കണ്ടു. സം ടോപ്പിക്സിന് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. 70%ഓളം ചാൻസ് ഉള്ളതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒക്കെ പോലത്തെ ഫിലിപ്പ് കർവ് ഒക്കെ ഇതിനകത്ത് പെടുന്നത്. മീഡിയം പ്രയോറിറ്റി 40 to 69% ആണ്. വേജ് പ്രൈസ് സെറ്റിംഗ്സും ലേബർ മാർക്കറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. ലോ പ്രയോറിറ്റി ആണ്, ലെസ് ദാൻ 40% ചാൻസ് ഉള്ളത്. ഓപ്പൺ എക്കോണമി പോളിസി മിക്സ് ഒക്കെയാണ് ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ നന്നായിട്ട് തന്നെ ഗോ ചെയ്യണം. റിപ്പീറ്റ് ആയിട്ട് വായിക്കണം. മേക്ക് ഷുവർ ചെയ്യണം എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ സബ് പാർട്ട് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇതിന്റെ ആൻസർ നമ്മുടെ ലേണേഴ്സിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ 3 hours ആണ്. മാക്സിമം സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻ വായിക്കാം. ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം ഓൾ ദ സെക്ഷൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ എനി 2 questions ഫ്രം ദ സെക്ഷൻ and about 500 word each. The first question, starting from the ISLM framework, derive the aggregate demand curve for a closed economy. Explain how changing government expenditure, taxes, and nominal money supply affect the position and slope of the early curve. Illustrate your answer with the suitable diagrams. Diagrams important ആണ്. Subparts ഉണ്ട്, അതൊക്കെ address ചെയ്യണം. Second one, present the adaptive expectations hypothesis in the context of inflation. Derive the adjustment equation for expected inflation and show how this mechanism influence the short run and long run aggregate supply curves. Discuss the main advantages and limitations of treating expectation as an adaptive. Third, using a weight setting and price setting approach, construct the labor market equilibrium under interfaith competition. From this framework, derive the aggregate supply curve and explain how changes in markup and expected price level shift the AS schedule in medium run. Fourth one, explain the structure of Mundell-Fleming model for a small open economy with a high capital mobility. Analyze the relative effectiveness of monetary policy and fiscal policy under a fixed exchange rate regime and the flexible exchange rate regime. Different and support your answer with carefully labeled diagrams. Diagrams important. Section B, answer any 4 questions 250 words 48 total square total marks. Fifth question, state the main assumptions of the rational expectation hypothesis in macroeconomics. How does rational expectation alter the impact of anticipated monetary policy on output and inflation in the short run? Sixth one, explain the expectations augmented Philip curve using a diagram. Show how the relationship between inflation and unemployment differs in the short run and the long run. Why does the long run Philip curve tend to be vertical? Seventh one, describe the role of financial markets in an economy. Distinguish between money market and capital market, and briefly discuss how the growth of financial derivative has affected risk management in modern economies. Eighth, define the balance of payment. Explain the structure of current and capital account, and discuss how autonomous and accommodating capital flow help restore BOP equilibrium. Ninth, briefly derive the uncovered interest parity condition. How does this condition link to domestic interest rate, foreign interest rate, and expected changes in exchange rate? Comment on the implication of interest parity for capital mobility.
10th, outline the main features of downward overshooting model using the asset market approach to exchange rate determination. Explain why the nominal exchange rate may initially overshoot its long-run value after a monetary expansion. 11th one, discuss how an expansionary fiscal policy affects output and the general price level in the short run when wages are sticky and in the medium run when wages and expectation adjust. Use the AD and AS framework to support your reasoning. Section C, answer any two of the following. Write short on any two of the following. A part, natural rate of unemployment and its relevance for stabilization policy. B, purchase power parity (PPP) as a theory of exchange rate determination. C, output gap and its interpretation in the ADS model. D, capital mobility and its significance for open economy, macroeconomic policies. So ഇതാണ് നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ലേൺവൈസ് ആപ്പിനകത്ത് നമ്മുടെ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും കൊടുത്തിട്ടുണ്ട്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.